പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായ ചർച്ചകൾ നടക്കണമെന്ന് സമ്മേളനത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരതയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഭാരതം നൽകിയതെന്നും രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും രാഷ്ട്രത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പഹൽഗാം വിഷയം വിശദമായി ചർച്ച ചെയ്യുമെന്ന് JP നദ്ദ രാജ്യസഭയിൽ അറിയിച്ചു. 21 വരെ നീണ്ടുനിൽക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ചു. രാജ്യസഭയിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരുന്നു ആദ്യ അജണ്ട. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം സ്പീക്കറുടെ ചെയറിനടുത്തെത്തി മുദ്രാവാക്യം വിളിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞു. कि सरकार पहलगाम और ऑपरेशन सिंदूर पर चर्चा नहीं चाहती. हम चर्चा करेंगे, हर तरीके से करेंगे और ऑपरेशन सिंदूर के सारी पॉइंट्स को देश और दुनिया के सामने रखा जाएगा. और मैं यह भी बताना चाहता हूं कि आज दिन तक आजादी के बाद इस तरीके का ऑपरेशन नहीं हुआ जो प्रधानमंत्री मोदी जी के नेतृत्व में हुआ है. രാജ്യത്തിന്റെ വികസനത്തിനുതകുന്ന ഗൗരവമുള്ള ചർച്ചകൾ പാർലമെന്റിൽ നടക്കണമെന്നും രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും രാഷ്ട്രത്തിനു വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും സഭാ നടപടികൾ തുടങ്ങുന്നതിനു മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതത്തിന്റെ സൈനിക ശക്തി ലോകം മുഴുവൻ കണ്ടു. കനത്ത തിരിച്ചടിയാണ് ഭീകരർക്ക് നൽകിയത്. പ്രതിരോധ മേഖലയിലും ആത്മനിർഭർ ഭാരത് ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ऑपरेशन सिंदूर में भारत की सेना ने जो लक्ष्य निर्धारित किया था 100% अचीव किया. आतंकियों के आकाओं के घर में जाकर के 22 मिनट के भीतर ऑपरेशन सिंदूर के तहत उसको जमींदोज कर दिया गया. മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ത്രിവർണ്ണ പതാക ഉയർത്താനായത് ഓരോ ഭാരതീയനും അഭിമാനമാണ്. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ നിലപാട് വിശദീകരിക്കാൻ വിദേശ പര്യടനം നടത്തിയ സർവകക്ഷി സംഘങ്ങളെ അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ജനം, ഡൽഹി.